അങ്ങനെ 10-10.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം എന്ത് ചൂടൻ. അല്ല, ഈ തളർന്ന ഞാൻ ഫ്രാൻസിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. ഈ എയർപോർട്ടിൻ്റെ അവസ്ഥ ഇനി എന്താണെന്ന് എനിക്ക് കണ്ടറിയണം. എത്ര നടക്കാനുണ്ട്, എവിടുന്ന് ബാഗ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓ, ഇത് അത്യാവശ്യം നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. റൂട്ടൊന്ന് ക്ലിയർ ആക്കട്ടെ. എല്ലാവരും അങ്ങോട്ടേക്കാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് നീങ്ങാം, ഒരുമിച്ച് നീങ്ങാം. കണ്ടോ, ഭയങ്കര ലെങ്തിയാണ് ഈ എയർപോർട്ട്. ഇനി ബാഗ് എവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയാം. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ബാഗേജ് ക്ലെയിം ചെയ്യേണ്ട സ്ഥലം എവിടെയാണ്, പക്ഷെ അത് മാത്രം കാണുന്നില്ല. സോ ബാഗേജ് ക്ലെയിം ചെയ്യാൻ പോവാണ്. ഇവിടെ ബാഗേജ് ഞാനിപ്പോൾ മേലെ നിന്ന് ഇറങ്ങി വരികയാണ്. താഴത്തെ ഫ്ലോറിലാണ് ബാഗേജ് ക്ലെയിം. അപ്പോൾ കുറേ കറങ്ങി, കുറേ നടന്നു, സത്യം പറഞ്ഞാൽ ക്ഷീണമായി. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ബാഗേജിൻ്റെ സെക്ഷനിലെത്തിയിട്ട് ബാഗ് കളക്ട് ചെയ്യാൻ. ചില ആൾക്കാർക്ക് മറ്റേ ട്രാൻസ്ഫറാണ്. ചിലവർ ബാഗൊന്നുമില്ല, ക്യാബിൻ ബാഗ് മാത്രമായിട്ട് വന്നിട്ട് അവർ നേരെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. ട്രാൻസിറ്റ് വിസ വെച്ചിട്ട് നെതർലാൻഡ്സിലോട്ടും വേറെ രാജ്യത്തിലോട്ടൊക്കെ പോവാണ്. അപ്പോൾ പാരീസിൽ ഇറങ്ങിയിട്ട് പാരീസിൽ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം ചെക്ക് ഇൻ ബാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് താഴെ വന്ന് ബാഗ് ക്ലെയിം ചെയ്തിട്ട് വിസ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊന്നും എത്തിയിട്ടില്ല. ഞാൻ ബാഗേജ് ക്ലെയിം ചെയ്യാൻ പോകണുള്ളൂ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് എനിക്കൊരു അങ്കിളിനെ പരിചയപ്പെട്ടത്. ഒരു ഇന്ത്യക്കാരൻ. കുറേ മുന്നോട്ടേക്ക് എത്തിയപ്പം വേറെ ആരും ഇല്ലായിരുന്നു എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ബാഗേജ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ട്രെയിനിൽ കയറണം. ഈ ട്രെയിനിൽ കയറിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റൂ. ഇതൊക്കെ ഞാൻ അങ്ങേരോട് ചോദിച്ചതുകൊണ്ടാട്ടോ എനിക്ക് മനസ്സിലായത്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് വട്ടം ചുറ്റിയേനെ. എനിക്ക് പോകേണ്ടത് കെയിലോട്ടാട്ടോ, പോർട്ട് കെ. അവിടെയാണ് ബാഗേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി ഇനിയിപ്പം അങ്ങോട്ടേക്ക് വെച്ച് പഠിക്കണം. നോക്കിക്കേ, ഇന്ത്യക്കാർ വളരെ കുറവാണ്. എന്തൊരു വലിയ എയർപോർട്ടാണല്ലേ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. തെറ്റിപ്പോയോ കഴിഞ്ഞു. നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും എത്തിയാനേ. അവിടെ കെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങേര് പറഞ്ഞു താഴോട്ടേക്കാണെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ താഴോട്ടിറങ്ങി. എല്ലാവരും വിദേശികളാണ്, ഇന്ത്യക്കാർ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ കുറവായിരിക്കും. പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അത്ര അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യക്കാരെന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഒന്നും നോക്കിയില്ല, ഞാൻ വെച്ച് പിടിച്ചു. നമ്മൾ ബാഗേജ് ക്ലെയിം ചെയ്യുന്നതിന് മുന്നെയാണ് നമുക്ക് ഇമിഗ്രേഷൻ അങ്ങേര് എന്നോട് പോകുന്ന വഴിക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. It's too long. Oh my god. Baggage. അങ്ങനെ ഇവിടെ ക്യൂ നിന്നിട്ട് നമ്മൾ ഇമിഗ്രേഷൻസൊക്കെ കഴിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പം അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി എൻ്റെ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് കിട്ടിയ നമ്പർ 33 ആണ്. എൻ്റെ ബാഗ് കാണാനില്ല. അതാ വരുന്നു, നിഴലായി ഒഴുകി വരുന്നു എൻ്റെ ബാഗ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിട്ടോ. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും ചത്തു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ബാഗും എടുത്ത് പുറത്തോട്ട് പോവുകയാണ്. എന്നൊരാശ്വാസം. ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസം. കുറേ പ്ലക്കാർഡ് പിടിച്ച് ഓരോരുത്തർ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെയൊന്നും റിസീവ് ചെയ്യാൻ ആരുമില്ല. എനിക്കിനി എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യണം. ഹസ്ബൻഡ് കാൽഗറി ടു പാരീസാണ് ഫ്ലൈറ്റ്. അങ്ങനെയുടെ ഫ്ലൈറ്റ് 11 മണിക്ക് എത്തും. ആക്ച്വലി ഇമിഗ്രേഷൻ ടഫായിരുന്നു. ഒരു ലേഡി ആയിരുന്നു ഇമിഗ്രേഷൻ ഓഫീസർ. നമ്മുടെ എല്ലാ ഡോക്യുമെൻ്റൊക്കെ സബ്മിഷനൊക്കെ ചോദിച്ചു അതിനുശേഷം മാത്രമേ നമ്മുടെ അറൈവൽ സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ടുള്ളൂ. സ്ട്രിക്റ്റ് ആയിരുന്നു.
പിന്നെ ഞാൻ നേരെ അവിടുത്തെ വാഷ്റൂമിലേക്ക് വിട്ടു. ഹെയറും മുഖമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണം മുഖത്ത് കാണിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ആ അലന്ന ലുക്കൊക്കെ ഒന്ന് മാറ്റണം. ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയായപ്പം കുറച്ച് മേക്കപ്പ് കൂടി ഇട്ടപ്പോൾ ഒരു സമാധാനമായിരുന്നു. യെസ്, സെറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലസ്സിയുടെ കുപ്പി വാങ്ങിയായിരുന്നു. അതിന് ഞാൻ കൊടുത്ത എമൗണ്ട് 3 യൂറോ ആണ്. 100 രൂപ, നാട്ടിൽ 50 രൂപ വേറെ വഴി. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി ഗായ്സ്, കണ്ടുമുട്ടി. ഹോ യെസ്. ഇനി ഞങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്യണം. നമ്മൾ ക്യൂവിൽ കയറി ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ക്ഷീണമായി ട്രാവൽ ചെയ്തിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ വണ്ടി വന്നു. ലഗേജൊക്കെ അതിൻ്റെ അകത്ത് കയറ്റി. അങ്ങനെ ഞങ്ങൾ പാരീസ് സിറ്റിയിലോട്ട്, അതായത് ഞങ്ങളുടെ ഹോട്ടൽ റൂം സിറ്റിയിലാണ് ബുക്ക് ചെയ്തത്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോയിൽ ഹോട്ടലിലെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരാം.